ഈ പുസ്തകത്തിലെ മുഖമൊഴി എന്നുള്ളൊരു അധ്യായം വായിച്ചപ്പോൾ എനിക്കെൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതിൻ്റെ ഉപ്പാൻ്റെ മുഖമാണ്. ഉപ്പയെക്കുറിച്ചാണ് എനിക്ക് ആദ്യം. കാരണം വെച്ചാൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിൽ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും, അവരുടേതായ കഴിവുകളുണ്ടാവും. ഈ കഴിവിനെ നമ്മൾ വാർത്തെടുക്കുക, നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ആർട്ട് ഓഫ് പാരൻറ്റിങ്ങിൻ്റെ മുഖമൊഴി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ പുസ്തകത്തിൽ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്, പക്ഷേ 20 എണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതണം. ഇതൊരു കുട്ടികളും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യസ്തം. ചുമരിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചതായി കണ്ടു. ആ പോസ്റ്ററിൽ ഒരു കവിത കുറിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതിൽ എഴുതിയിരിക്കുന്നത്, ഉണ്ണുന്ന നേരത്തെ ഞാനൊന്നു മിണ്ടി, അതിനെപ്പോൾ കുഞ്ഞുണ്ണി മാഷെന്നെ തല്ലി, മിണ്ടുന്നത് തെറ്റെങ്കിൽ തല്ലുന്നതും തെറ്റ്, മിണ്ടിയനെ തല്ലിയാൽ തല്ലിയനെ കൊല്ലും എന്നുള്ളതായിരുന്നു. കുട്ടികളുടെ ചിന്തയിൽ നിന്നും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. വളരെയധികം ഉപകാരപ്പെടും. നമുക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓൾറെഡി വലുതായവർക്കും എല്ലാവർക്കും പഠിച്ച് നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ എന്തൊക്കെ തെറ്റുകൾ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ബുക്കാണ് ഇത്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കുഞ്ഞുണ്ണി മാഷിനെ പറ്റിയൊക്കെ ഓർക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഫൈസൽ സാർ എഴുതിയ ആർട്ട് ഓഫ് പാരൻറ്റിങ് എന്ന പുസ്തകത്തിൻ്റെ മുഖവഴിയെക്കുറിച്ച് 1-2 വാക്ക്. ആ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും പകുതിയോളം വായിച്ചപ്പോൾ നല്ലൊരു ഫീലിംഗാണ് നമുക്ക് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് അതിൻ്റെ മുഖവഴി വളരെ സംഭവമായിട്ട് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു നമ്മളെ കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് ഒരു അധ്യാപകനായി കോഴിക്കോടുള്ള ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളായി വളരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു വ്യക്തിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കണം, വൃത്തിയായിട്ട് നടക്കണം, നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉള്ളൊരു വ്യക്തിയായിരുന്നു മാഷ്. ഒരിക്കൽ കുട്ടികളൊക്കെ മിണ്ടുന്നത് തെറ്റെങ്കിൽ തല്ലുന്നതും തെറ്റ്, മിണ്ടിയോനെ തല്ലിയാൽ തല്ലിയോനെ കൊല്ലണം. നല്ല രസകരമായ ഒരു കവിതയാണ്. വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിന് ഫൈസൽ സാറെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അപ്പോൾ ആ മാഷ് ആ കവിത അങ്ങനെ വായിച്ചപ്പോൾ അയ്യോ, ഞാൻ തല്ലിയത് നല്ലൊരു കവിയായിരുന്നു എന്നൊരു സങ്കടം ആ മാഷെ മനസ്സിൽ വരികയാണ് ഉണ്ടായത്.